കടമക്കുടി കാഴ്ചകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് MK മീഡിയയുടെ എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെമ്മീൻകെട്ടിലെ കാഴ്ചകളും കടമക്കുടിയുടെ തെക്കൻ ഭാഗങ്ങളിലെ കാഴ്ചകളുമാണ്. നമ്മളുടെ നേരെ മുന്നിൽ കാണുന്നതാണ് മട. പ്രധാനമായും ചെമ്മീൻകെട്ടിൽ ചെമ്മീൻ കൃഷിയിൽ ചെമ്മീൻ വിളവെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് മട. ഇതിൻ്റെ ഒരറ്റത്തായിട്ട് വല വിരിച്ചു നിർത്തിയിട്ടുണ്ടാവും. അതിൽ കൂടി ശക്തമായി ഒഴുകി വരുന്ന വെള്ളത്തെ തുറന്നു വിടും. മഴക്കാലമാകുമ്പോൾ നമ്മളെല്ലാവരും കുട്ടനാട് കർഷകരെ പറ്റി കേൾക്കുന്ന സ്ഥിരം ഒരു വാചകമുണ്ട്: മട തകർന്നു, കായലിൽ നിന്ന് പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറി, കൃഷി നശിച്ചു എന്നൊക്കെ. കുട്ടനാടൻ കർഷകർ പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറാതിരിക്കാനാണ് മട ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ കടമക്കുടിയിൽ ചെമ്മീൻകെട്ടുകളിലേക്ക് കായൽ ജലം കയറാതിരിക്കാനും ചെമ്മീൻകെട്ടിൽ വിളവെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഒഴിവാക്കാനുമാണ് ഇവിടെ ഈ മട സമ്പ്രദായം ഉപയോഗിക്കുന്നത്. കുട്ടനാടിലെയും കടമക്കുടിയിലെയും പൊതുജനങ്ങളുടെ ജീവിതം ഏകദേശം ഒരുപോലെ തന്നെയാണ്. കുറച്ചകലെയായി കാണുന്ന ആ ചെമ്മീൻ കെട്ടിലേക്ക് നമ്മൾക്കൊന്ന് പോയി വരാം. കുറേ അധികം നടക്കാനുണ്ട്. എങ്കിലും പുതിയ കാഴ്ചകളിലേക്ക് ചെന്നെത്തുക എന്നത് മനസ്സിന് സന്തോഷവും പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. കൂട്ടുകാരെ, ഒരിക്കലെങ്കിലും നമ്മൾ ഈ കാഴ്ചകളിലേക്കൊക്കെ ഇന്ന് എത്തണം. കാരണം അന്യം നിന്ന് കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ മടപ്പുരയും ഈ കൃഷിയിടവും ചെമ്മീൻ കെട്ടുമല്ല. ഓല മേഞ്ഞൊരു മടപ്പുര. ഈ മട പൊട്ടുമ്പോഴാണ് കൃഷി നശിക്കുന്നതും കർഷകർ ദുരിതത്തിലാവുന്നത്. നേര് മുന്നിൽ കാണുന്ന ഈ കാഴ്ചയാണ് കടമക്കുടി വ്യൂ പോയിന്റ്. കടമക്കുടിയുടെ ഉള്ളറകളിലേക്ക് കായലിൽ മത്സ്യബന്ധനത്തിന് പോയിട്ട് വരുന്നവരാണ്.
വീണ്ടും വന്ന വഴിയിൽ കൂടി തിരികെ നടക്കുന്നു. നമ്മൾ ഈ കാണുന്നത് പോലെ അത്ര സുന്ദരമായ ഏർപ്പാടൊന്നുമല്ല ഈ മട നിർമ്മിക്കുക എന്നത്. രണ്ട് സൈഡിലും മുളംകുറ്റികൾ നാട്ടി അതിൽ പലക വിരിച്ച് പുഴയിൽ നിന്ന് കോരുന്ന ചേറ് അഥവാ ചെളി നിറച്ചാണ് ഓരോ മടകളും നിർമ്മിക്കുന്നത്. ശ്രദ്ധയോടെ നടന്നു പോയില്ലെങ്കിൽ ചെളിയിൽ പൂഴ്ന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ ഇവിടങ്ങൾ സന്ദർശിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു പോവുക. വീട്ടിലേക്കുള്ള നടപ്പാതയാണ് ഈ കാണുന്നത്. കണ്ടൽക്കാടുകളെ സംരക്ഷിച്ചുകൊണ്ടും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുമാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മീൻ പിടിക്കാനായിട്ട് അക്ഷമനായി കുറേ നേരമായി തുടങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്തോ കണ്ണിപ്പെട്ടിട്ടുണ്ട് അവൻ്റെ. പതുങ്ങി 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 ഒരു ഇതാണ് കടമ്പക്കുടി ജംഗ്ഷൻ. അങ്ങനെ ഞങ്ങൾ കടമക്കുടിയുടെ തെക്കേ അറ്റത്തേക്കുള്ള യാത്രയിലാണ്. കടമക്കുടിയുടെ തെക്ക് ഭാഗം പിഴലയോട് ചേർന്ന് കിടക്കുന്നു. ഇവിടെ ഏകദേശം 8ഓളം റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നു. നേരെ എതിർവശത്ത് കാണുന്നതാണ് പിഴല, കടമക്കുടിയുടെ തെക്കൻ ഭാഗം. ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ഭാഗം. ഇവിടെ എത്തുന്നവരുടെ പ്രധാന വിനോദ ഉപാധിയാണ് കയാക്കിംഗ്. ഏകദേശം 2.5 മണിക്കൂർ നീളുന്ന കയാക്കിംഗ് പിഴല മുതൽ കടമക്കുടി വെസ്റ്റ് വരെ നീളുന്നു. അങ്ങനെ ഞങ്ങൾ കടമക്കുടിയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. കടമക്കുടിയിലെ കാഴ്ചകൾ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാ ചങ്ങാതികൾക്കും ഗുഡ് ബൈ.